സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് കണ്ടൊരു വാർത്ത, ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ സമയത്ത് തന്നെ കണ്ടൊരു വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വാർത്ത ഞാൻ ആദ്യം നിങ്ങളൊന്ന് കാണിക്കാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോവാം. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ അറസ്റ്റിലായിരിക്കുന്നു. മൂന്നാം ബലാത്സംഗ പരാതിയിലാണ് ഇപ്പോൾ എംഎൽഎയുടെ അറസ്റ്റ് പ്രത്യേക സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ പത്തനംതിട്ടയിലെ AR ക്യാമ്പിൽ എംഎൽഎയെ ചോദ്യം ചെയ്യുകയാണ്. പത്തനംതിട്ട കോടതിയിൽ എംഎൽഎയെ ഹാജരാക്കും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. തിരുവല്ല സ്വദേശിയായ പരാതിക്കാരി അവരുടെ പരാതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. നിലവിൽ ഈ പരാതിക്കാരിയായ യുവതിയുള്ളത് കാനഡയിലാണ്. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. നാളെ തന്നെ യുവതി നാട്ടിലെത്തിയേക്കുമെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അതിനുശേഷം നേരിട്ട് തന്നെ യുവതിയുടെ വിശദമായ മൊഴി പ്രത്യേക സംഘം രേഖപ്പെടുത്തും. പൂങ്കുഴലിയുടെ നിർദ്ദേശപ്രകാരമാണ് ഷൊർണൂർ ഡിവൈഎസ്പി ഇന്നലെ അർദ്ധരാത്രി പാലക്കാട്ടെ KPM ഹോട്ടലിലെത്തി അവിടെ 2002 നമ്പർ മുറിയിൽ താമസിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ അതീവ രഹസ്യമായി കസ്റ്റഡിയിലെടുത്ത് അതീവ രഹസ്യമാക്കി ഈ നീക്കങ്ങൾ വെക്കാനായിട്ടുള്ള കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ രാവിലെ മുതൽ തന്നെ ഞങ്ങളുടെ പ്രതിനിധി ഹോട്ടലിൽ നിന്ന് തന്നെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയാളവലി മഠം ആ ഹോട്ടലിൽ നിന്ന് കൃത്യമായി തന്നെ തത്സമയ റിപ്പോർട്ട് നൽകി. എങ്ങനെയാണ് അവിടെ ഏത് സമയത്ത് അന്വേഷണ സംഘം എത്തുന്നു, എന്തായിരുന്നു അവരുടെ നീക്കങ്ങൾ, ഈ റിസപ്ഷനിലടക്കം എത്തി അവരുടെ അടക്കം ഫോൺ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് എംഎൽഎയുടെ റൂമിൽ ആളില്ലാത്ത, അതായത് സഹായികളായിട്ട് PAകൾ ആരുമില്ലാത്തൊരു സമയത്ത് അവിടെ ചെന്ന് എംഎൽഎ കസ്റ്റഡിയിൽ എടുക്കുകയാണ് എന്നതാണ്. ഉടൻ തന്നെ പത്തനംതിട്ടയിലേക്ക് കണ്ടില്ലേ, മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ. ഒന്നും രണ്ടുമല്ല, മൂന്നാമത്തെയാണ് കേട്ടോ. ഇവന് ഈ ഓടി നടന്ന എല്ലാവരും ഇത് തന്നെയായിരുന്നു പരിപാടി എന്നാണ് ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത്. ഞാനും അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണമെന്ന് നമ്മൾ മുൻപ് വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരാളെ മാത്രമായിട്ട് തെറ്റിന്റെ മുൻപിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ശിക്ഷയുടെ ആ ഒരു പടുകുഴിയിലേക്ക് തള്ളിവിടാനായിട്ട് സാധിക്കുമോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു, കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്തു, സീരിയൽ റേപ്പിസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. റിനി ആൻഡ് ജോർജ്, എവിടെയോ മുങ്ങിപ്പോയിരുന്ന റിനി ആൻഡ് ജോർജ് ഇപ്പോൾ വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, അവന്തിക എന്ന് പറയുന്ന ആണും പെണ്ണും കേട്ട വർഗത്തിൽപ്പെട്ട ഒരു സാധനം അതെവിടെ? ഞാൻ ഈ കൂട്ടത്തിൽപ്പെട്ട ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ഞാൻ കളിയാക്കിയല്ല, പക്ഷേ അവന്തിക എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കൊണ്ട് അത് ഇത് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന അവന്തിക എവിടെ? അവന്തിക പോയ അതേ വഴിയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായിട്ട് വന്നിട്ടുള്ള മറ്റ് ഇരകളും പോയത്. ഇപ്പൊ ആകെയുള്ളത് 3 ഇരകളാണ്. 3 ഇരകളിൽ 3 പേരെയും അതിക്രൂരമായിട്ടും മൃഗീയമായിട്ടുമുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തുവെന്നും കുട്ടി ഉണ്ടാവണമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലക്ഷ്യമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ അടുത്ത പരാതിക്കാരി വന്നിരിക്കുന്നത്. അതും വിവാഹിതയാണ്. ഈ പരാതിക്കാരികളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കണം. ഞാനിത് അവരെ അധിക്ഷേപിക്കുകയല്ല, അതിജീവിതയുടെ ഒരു പ്രൈവസിയെ അല്ലെങ്കിൽ അവരെ ഞാൻ അധിക്ഷേപിച്ചുകൊണ്ട് പറയല്ല. ഇവർ 3 പേരും വിവാഹിതരാണ് സുഹൃത്തുക്കളെ. അങ്ങനെ വിവാഹിതരായിട്ടുള്ള ആളുകൾക്കാണ് പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവുന്നത്. അവിവാഹിതരായിട്ടുള്ള ആളുകൾക്കൊന്നും ഈ അട്രാക്ഷൻ ഒന്നുമില്ല. അത് ആ ട്രാൻസ്ജെൻഡറിന് മാത്രമേ ഉള്ളൂ, ബാക്കി ആർക്കും ഇല്ല. അപ്പോൾ ആ ട്രാൻസ്ജെൻഡർ വന്ന് പറഞ്ഞിട്ട് പോയത്, ട്രാൻസ്ജെൻഡർ വന്ന വഴിയിൽ ഇപ്പോൾ ആട് പോയിട്ട് പൂട പോലും ഇല്ല എന്ന് പറയുന്നത് പോലെ, ഓടിയ വഴിയെ പുല്ല് പോലും മുളയ്ക്കില്ല എന്ന് പറയുന്നത് പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 3 പേരാണ് ഇപ്പോൾ പരാതിക്കാർ. ഈ പരാതിക്കാരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഗർഭചിത്രം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പണത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ തനിക്ക് ഒരുപാട് പണമുണ്ട്, അതൊക്കെ മുതലാക്കാൻ വേണ്ടിയിട്ട് നോക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിക്കുന്ന ചെരുപ്പ് 10,000 രൂപയുടെയാണ്. 10,000 രൂപയുടെ ഫ്ലാറ്റോ അത്ര റെൻറ്റ് വരുന്ന ഫ്ലാറ്റ് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് വില കൂടിയ സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് ഞാനതൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നീടാണ് എന്നെ ചതിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ അങ്ങനെ ആ പരിപാടി നിർത്തി. ആരോട് പറയുന്നത് ഓർക്കണം, ഒരു കല്യാണം കഴിഞ്ഞ് കുഞ്ഞൊക്കെ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, ഒരു കല്യാണം കഴിഞ്ഞ ഒരാളാണ് ഈ പറയുന്നത്. സ്വന്തം ഭർത്താവിനെ വേണ്ടെന്ന് വെച്ച് വേറൊരുത്തിനെ കണ്ടപ്പോൾ അവൻ്റെ പിന്നാലെ പോയ ഒരാളാണ് ഈ വന്ന് പറയുന്നത്. ആ ഒരു ലോജിക്കിൻ്റെ അല്ല, ആ ഒരു ഇതിൻ്റെ പേരിൽ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാഹുൽ ഉണ്ടായിരുന്ന പാലക്കാട്, രാഹുലിൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഫ്ലാറ്റിൽ വെച്ചിട്ട് പോലീസ് ചെല്ലുന്നു. നാടകീയമായിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നു. രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നു. രാഹുലിനൊന്ന് ഫോൺ ചെയ്യാൻ പോലും ഉള്ളൊരു അവസരം കൊടുക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ അവിടുത്തെ റിസപ്ഷനിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളുടെയും ഫോൺ പോലീസ് വാങ്ങി വെക്കുന്നു. പിന്നീട് നേരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് നേരെ പോകുന്നു പോലീസ് സ്റ്റേഷനിലേക്ക്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ നീക്കങ്ങളും ഒരുങ്ങി രാഹുലിനെ പിടിച്ചകത്തിടുന്നു.
പോലീസ് കട്ട വെയിറ്റിംഗ് ആയിരുന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ. അന്ന് നമ്മുടെ ഇലക്ഷൻ്റെ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യക്ഷനായതാണ് നമ്മുടെ കേരളത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലേക്ക് വീണ്ടും. എവിടെയോ ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടെന്ന് ഇലക്ഷൻ സമയത്ത് പ്രത്യക്ഷനാവുന്നു. അതിനുശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവരുടെയും മുൻപിൽ നല്ല രീതിയിൽ വിലസി പോകുന്നു. അത് കണ്ടപ്പോൾ നല്ല രീതിയിൽ നല്ല പോലീസുകാർക്കും അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനുമൊക്കെ നല്ല രീതിയിൽ കുരുപൊട്ടി. അങ്ങനെ ഇവൻ എവിടെ പോയാലും ഇവനെ തൂക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പോലീസിനെ അവർ ഈ പറയുന്ന മഫ്തിയിൽ അയക്കുന്നു. പിന്നെ അവരുടെ ബ്ലാക്ക് ക്യാറ്റ് പോലെ ഈ പുറയിൽ നിഴൽ പോലെ അയച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇടയ്ക്കൊരു വീഡിയോ കണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ സ്കൂട്ടിയിൽ വരികയാണ് അമ്പലത്തിൽ പോയിട്ട്. വരുന്ന സമയത്ത് പോലീസ് ജീപ്പും പുറകെ നൈസായിട്ട് പോകുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയ രാഹുലിനെ പിടിച്ചകത്തിടണം എന്നുള്ളൊരു ആഗ്രഹത്തിന്മേലാണ് ഇവർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആരാണ് ഈ കച്ച മുറുക്കി നിൽക്കുന്നത്? നമ്മുടെ ഇടതുപക്ഷ സർക്കാരാണ്. ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിന് വന്നിരിക്കുന്ന വലിയൊരു അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണം കട്ടവനാരപ്പാ സഖാക്കളാണേ അയ്യപ്പ. ആ ഒരു പാട്ട് വന്നതോടുകൂടി നല്ല രീതിയിൽ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന് കുരുപൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇടതുപക്ഷ സർക്കാർ ഒരു കാരണം കണ്ടെത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സംഘികൾക്ക് പണി കൊടുക്കാനും കമ്മികൾ അവരുടെ കൂട്ടത്തിലുള്ളവരാണല്ലോ, സംഘികൾക്ക് പണി കൊടുക്കാനും കൊങ്ങികൾക്ക് പണി കൊടുക്കാനും വേണ്ടിയിട്ട് ഒരു അവസരം തപ്പി നടക്കുകയാണ്. അങ്ങനെ കിട്ടിയൊരു അവസരമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം. ഇവർക്കെല്ലാവർക്കും, രാഷ്ട്രീയത്തിലുള്ള എല്ലാ ആളുകൾക്കും ഇതൊക്കെ ഒരു അവസരം മാത്രമാണ്. എന്നാൽ ഈ വാർത്ത കാണുന്ന നമുക്കോ ഒരു പയ്യൻ്റെ, ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് അല്ലേ. അവർക്ക് രാഷ്ട്രീയമാണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒരു ജീവിതമാണ്. ആ ജീവിതത്തിൽ അയാളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോവുകയാണ്. അപ്പം ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അതിജീവിതം എന്ന് പറഞ്ഞു വരുന്ന ആളുകൾക്ക് ഒരു യോഗ്യതയും ഒരു വാല്യൂവും ഇല്ല, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇവരൊക്കെ വിവാഹിതയാണ്, ഒരു കുട്ടിയുള്ള അല്ലെങ്കിൽ ഭർത്താവുള്ള, അവരെ ചതിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന ഒരു പയ്യനെ കണ്ടപ്പോൾ, അവൻ്റെ പദവി കണ്ടപ്പോൾ അതിൻ്റെ പിന്നാലെ കൊഞ്ചി കൊഴഞ്ഞ് ചെന്നതാണ്. അങ്ങനെ പോയിട്ട് അവിടെ നടന്നത് ബലാത്സംഗമാണെന്ന് പറയുമ്പോൾ എന്ത് വാല്യൂ ആണുള്ളത്? ഒരുമിച്ച് ഒരു കുഞ്ഞ് വേണമെന്നുള്ളൊരു താല്പര്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളും അങ്ങ് ചെയ്തു. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഒരാൾ കൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ, ഒരു ട്രെൻഡായെന്ന് അറിഞ്ഞപ്പോൾ ആ ട്രെൻഡിനൊപ്പം എന്നാൽ പിന്നെ ഞാനും വരികയാണ് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകളും കൂടി അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പരാതിയുമായിട്ടാണ് ഇരകളുടെ ഒരു വരവ്. ആ വരവ് കുമിഞ്ഞുകൂടുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ എന്നേക്കുമായിട്ട് മൂടാനുള്ള ഒരു വലിയൊരു തിരശ്ശീല, അല്ലെങ്കിൽ വലിയൊരു കളം ഒരുങ്ങും. അങ്ങനെ ആ കളം ഒരുക്കിയിരിക്കുകയാണ് നമ്മുടെ സർക്കാരും പോലീസും, അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJPയും എല്ലാം കൂടി. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കി. ഇതോടുകൂടി ശബരിമല വിഷയം ഒരു സൈഡിലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുന്നതായിട്ട് ഞാൻ വിജയകരമായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ്. ശബരിമല വിഷയം ഒരു സൈഡിലേക്ക് മാറിയിരിക്കുകയാണ്. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു വലിയ സെൻസേഷണൽ ആയിട്ടുള്ള ട്രെൻഡിങ് വൺ ആയിട്ടുള്ള ന്യൂസ്? രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഉടനെ ഒരു ശബരിമല വിഷയം കുത്തിപ്പൊക്കാൻ സാധ്യതയില്ല. ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ഓടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ കുറേ പോസ്റ്റുകളിൽ കണ്ടത്, 3-ാം ബലാത്സംഗ കേസ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ, നീക്കം അതീവ രഹസ്യമായി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ അതിലൊരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇലക്ഷൻ മുന്നിൽ കണ്ടപ്പോൾ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെന്നൊക്കെയാണ്. ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് പോകുന്ന CCTV വിഷ്വൽസ് ഉണ്ട്. പിന്നെ വേറൊരു പോസ്റ്റ് പറയുന്നത്, ചെരുപ്പ് വാങ്ങാനെന്ന് പറഞ്ഞ് രാഹുൽ അതിജീവിതയിൽ നിന്ന് വാങ്ങിയത് 10,000 രൂപ, വില കൂടിയ വാച്ചും പണവും കൈക്കലാക്കി MLA. വാവ്, വില കൂടിയ വാച്ചും പണവും കൈക്കലാക്കി MLA. പിന്നെ ഭൂമിയിൽ പിറക്കാത്ത നിലവിളികൾ ദൈവം കേട്ടു, മാലാക കുഞ്ഞുങ്ങൾ സ്വർഗത്തിലിരുന്ന് ഞങ്ങളോട് ക്ഷമിക്കട്ടെ, വൈകാരിക കുറിപ്പുമായി രാഹുലിനെതിരെ കേസിലെ ആദ്യത്തെ അതിജീവിത. ഇതിൽ ഞാൻ ഒരു കമന്റ് കണ്ടത്, ആ കമന്റ് ഇങ്ങനെയാണ് പറയുന്നത്: ഒരു ജീവൻ അവന്റെ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് എല്ലാണ്ടാക്കിയ നീയും വിശുദ്ധയല്ല. നിയമപരമായി ഒരു ഭർത്താവുള്ളപ്പോൾ അന്യപുരുഷനുമായി ശാരീരിക ബന്ധമുണ്ടാക്കിയ നീ നല്ലൊരു ഭാര്യയുമല്ല. പിന്നെ വേറൊരാളുടെ കമന്റ്, നിന്റെ പ്രവർത്തികളാണ് രാഹുലിനേക്കാളും നീചം. മാതൃത്വത്തിന് അപമാനകരമായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അതിജീവിത ചമയുന്നു. മാലാക കുഞ്ഞുങ്ങളുടെ ശാപം നിന്റെ മേൽ പതിക്കും, തീർച്ച. ഇനി എത്രയെണ്ണം വരാനുണ്ടോ എന്തോ. പതിവ്രതയാണ് അവൾ, കുറ്റം പറയല്ലേ. ആ വിളി ആണോ ചേച്ചി? ലവളെ അതിജീവിത എന്ന് അഭിസംബോധന ചെയ്യാതെ പരാതിക്കാരി എന്ന് എഴുതിയ 24ന്റെ പ്രൊഫഷണലിസം. അതിജീവിതയും ഒരു സർട്ടിഫൈഡ് ഫുണ്ടയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കമന്റ് വന്നിരിക്കുന്നത്. ഈ അതിജീവിത എന്നൊരു സ്ഥിരം പേര് കൊടുത്തുകൊണ്ട്, അല്ല അതിജീവിത എന്ത് ചെറ്റത്തരങ്ങൾ കാണിച്ചാലും, തന്തയ്ക്ക് പുറക്കാഴിയെ കാണിച്ചാലും, വൃത്തികേടുകൾ കാണിച്ചാലും അതിജീവിത എന്നൊരു പേര് കൊടുക്കുന്ന മാധ്യമധർമ്മം ഉള്ളിടത്ത് നമ്മുടെ 24 ന്യൂസ് നല്ലൊരു മാധ്യമധർമ്മം കാണിച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്ന പരാതിക്കാരി എന്നാണ്, അതിജീവിത എന്നൊരു പേര് കൊടുത്തിട്ടില്ല. സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കെ വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുന്നവളെ ഏത് പേരിൽ വിളിക്കണം? അതിജീവിത എന്നാണോ, പതിവ്രത എന്നാണോ, ഏത് പേരിലാണ് വിളിക്കേണ്ടത്? അത് സമൂഹം വിളിച്ചോളും, നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല. അതൊരു അധിക്ഷേപമായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം അങ്ങനെ രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും തെറ്റുകാരനല്ല എന്ന് ഞാൻ പറയുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഇല്ലാതെ ഇങ്ങനത്തെ പരാതികൾ വരില്ലല്ലോ. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റെന്ന് പറയാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. രാഹുൽ
തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തീപ്പെട്ടി കോലുണ്ടെങ്കിൽ അത് ഉരയ്ക്കാൻ ഒരു ബോക്സ് വേണം എന്ന് പറയുന്നത് പോലെ രാഹുലിൻ്റെ എതിർവശത്ത് നിൽക്കുന്ന ആളുകൾ അവർ വലിയ നിരപരാധികളാണ്, പതിവ്രതകളാണെന്ന് പറഞ്ഞു വരുന്ന ആ ഒരു ലോജിക്ക് അല്ലെങ്കിൽ ആ ഒരു വർത്തമാനത്തിനോടാണ് എനിക്ക് ദേഷ്യം. അവരൊന്നും അറിയാതെ ഈ കാര്യങ്ങൾ നടന്നു എന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇവരൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്നുള്ള കേരളത്തിലെ ജനങ്ങൾക്കറിയാം എങ്ങനെയാണ് പീഡനവും ബലാത്സംഗവും ഉണ്ടാകുന്നത്. ഒരു ബസ്സിൽ പെട്ടെന്നൊരു സിറ്റുവേഷൻ, നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ഒരു ബസ്സിൽ പോകുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയും ഒരു പുരുഷനുമുണ്ട്. പെൺകുട്ടിക്ക് അറിയാത്തൊരു പുരുഷനാണ്, പുറകെ നിൽക്കുകയാണ് അയാൾ. ആ പെൺകുട്ടിയെ കടന്നു പിടിക്കുന്നു, അതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അതിനെ നമ്മൾ ഏത് പേര് വിളിക്കും? ആ പെൺകുട്ടിയെ ഏത് പേര് വിളിക്കും? ഇര, അതിജീവിത. പിന്നെ അവനെ നമ്മൾ എന്ത് വിളിക്കും? പീഡന വീരൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ബലാത്സംഗ വീരൻ എന്ന് വിളിക്കും അല്ലേ? അതേസമയം ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഇവൻ ചെന്നിട്ട് എനിക്കൊരിത് താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ പെൺകുട്ടി ഓക്കെ വരാനെന്ന് പറഞ്ഞുകൊണ്ട് കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ആ പെൺകുട്ടിയെ ഏത് പേരിൽ വിളിക്കും, അവനെ ഏത് പേരിൽ സമൂഹം വിളിക്കുമെന്നുള്ളതും ഈ രണ്ട് വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ക്ലിയർ ആണ്. ഞാനിത് അതിജീവിതയെ അധിക്ഷേപിക്കല്ല, പക്ഷേ അതിജീവിത എന്ന് പറഞ്ഞുകൊണ്ട് ചമഞ്ഞ്, നല്ല പിള്ള ചമഞ്ഞ്, നല്ല കുലസ്ത്രീ ചമഞ്ഞ് വരുന്ന കുറച്ചധികം സ്ത്രീകളുണ്ട്. അവരുടെ ആ ചിന്തകളെയാണ് ഞാൻ അധിക്ഷേപിക്കുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് ഒരു ബസ്സിൽ ഒരു പെൺകുട്ടിയും ഒരു പുരുഷനും ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കുമ്പോൾ പെൺകുട്ടി റീച്ചിന് വേണ്ടി മാസ്കും വെച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പയ്യൻ്റെ കൈ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ആ പെൺകുട്ടിയുടെ കൈ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിനെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോയിട്ട് ആ പയ്യനെ ഒരുമാതിരി വൃത്തികെട്ടവനാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയ ഒരു കുലസ്ത്രീയെ നമ്മൾ കണ്ടതാണ്. എന്തിനു വേണ്ടിയാണ്? റീച്ചിന് വേണ്ടിയാണ്. റീച്ചിന് വേണ്ടി സ്വന്തം മാനം വിറ്റാലും കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്ന ചില സ്ത്രീകളുണ്ട്, ചില പെൺകുട്ടികളുണ്ട്. അവളുമാരോടാണ് എനിക്ക് എതിർപ്പ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അധികം എന്താ പറയുക, അങ്ങനെയുള്ള അവളുമാരെ നമ്മൾ അധികം വില കൊടുക്കാതിരിക്കുക. ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഗർഭചിത്രം നടത്താനായിട്ട് പ്രേരിപ്പിച്ചു എന്നുള്ളതാണെങ്കിൽ അതിനെതിരെ കേസ് എടുക്കുക തന്നെ വേണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഭ്രൂണഹത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശിശുഹത്യ എന്നൊക്കെ പറയുന്നത് വലിയ നീചകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരുപാട് കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇത് പെൺകുട്ടിയും കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ട് രാഹുലിനെ മാത്രം കുറ്റപ്പെടുത്താൻ വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇത് നാളെ നമുക്കെതിരെയൊക്കെ വരാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. പിന്നെ വേറെ ആൾ കമന്റ് ഇട്ടിരിക്കുന്നത് ഭാസ്കർ എന്ന് പറയുന്ന ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത് രാഹുൽ സീരിയൽ റേപ്പിസ്റ്റ് സ്വഭാവമുള്ളയാൾ, മൃഗങ്ങൾ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ചെയ്തത്. അതായത് ആ പെൺകുട്ടിയെ തുപ്പുന്നുണ്ട്, പെൺകുട്ടിയുടെ കരണത്തടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ പോസ്റ്റിൽ പറയുന്ന അതിജീവിതയുടെ കുറിപ്പ് വായിച്ച് കണ്ണു നിറഞ്ഞു. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം, കുഞ്ഞിനെ സ്വപ്നം കണ്ട ഒരു അമ്മയുടെ വേദനയാണത്. കേരളത്തിൻ്റെ മനസാക്ഷി നിങ്ങൾക്കൊപ്പമുണ്ട്. രാഹുലിൻ്റെ അറസ്റ്റിൽ റിനി ആൻഡ് ജോർജ്. വാവ്, വിഷയം. പോസ്റ്റ് കണ്ടില്ലേ? ഇങ്ങനെയാണ് കമൻറ്റ് ഒരുപാടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വന്നിരിക്കുന്ന പോസ്റ്റ്. അതിൽ കമൻറ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം, വിദഗ്ധർ എന്താണ് പറയുന്നതെന്ന് നോക്കാം. അതിൽ കമൻറ്റിൽ വന്നിരിക്കുന്നത്, ഞങ്ങളൊക്കെ കുഞ്ഞിനെ സ്വപ്നം കാണുന്നത് താലി കെട്ടിയ സ്വന്തം ഭർത്താവിൻ്റേതാണ്. കുഞ്ഞിനെ സ്വപ്നം കണ്ടാൽ പ്ലക്കന് കിടന്നു കൊടുത്ത് ആസ്വദിച്ച അതിജീവിതയുടെ കുറിപ്പ് കണ്ടാൽ കരഞ്ഞു പോകും. സ്വന്തം പാർട്ടി പോലും മോശമെന്ന് പറഞ്ഞിട്ടും അതിജീവിതയ്ക്കൊപ്പം നിന്ന് നിനക്കിരിക്കട്ടെ കൈയടി. അത് വേറെ ആൾ. കാമുകൻ്റെ കുഞ്ഞിനെയാണോ സ്വപ്നം കണ്ടത്? കെട്ടിയവൻ്റെ കുഞ്ഞിനെ വേണ്ടേ? കെട്ടിയവൻ്റെ കുഞ്ഞിനെ വേണ്ട, വല്ലവൻ്റെ മതി. നാട്ടുകാരുടെ കൊച്ചിനെ സ്വപ്നം കാണുന്ന അതിജീവിതയ്ക്കൊപ്പമാണ് കേരളം. ക്രൂരമായി പീഡിപ്പിച്ച ആൾക്ക് വില കൂടിയ സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു പ്രത്യേക തരം അതിജീവിത. അടിപൊളി. ചതിക്കാത്ത ചന്തുവിൽ ഒരു ഡയലോഗുണ്ട്, പാവപ്പെട്ട ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് റിനി ആൻഡ് ജോർജ് പറഞ്ഞ കാര്യങ്ങളിൽ കമന്റ് ബോക്സിൽ വിദഗ്ധർ പറയുന്നത്. എന്തായാലും ആ വീഡിയോ കൂടെ കണ്ടിട്ട് ഞാൻ ബാക്കി പറയാം. തന്നെ പറഞ്ഞതാണ് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു കാര്യമല്ല എന്നുള്ളത്. കാരണം ഇപ്പോൾ അറിയാം, മൂന്നാമത്തെ പരാതി വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യം നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് 3 മാസങ്ങൾക്ക് ശേഷമേ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ആ ആരോപിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമല്ല ഈ വിഷയം എന്ന് പറയുന്നത്. ഇത് സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ പൊതുമധ്യത്തിൽ ഉന്നയിച്ച ഒരു കാര്യം മാത്രമാണ്. ഇതിൽ പലരും വിചാരിക്കുന്ന ഒരു കാര്യം, 2 പേർ തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധപ്പെടുകയും അതിനുശേഷം പരാതി നൽകുകയും ചെയ്യുന്നു എന്നൊക്കെയുള്ളതാണ്. അതിനേക്കാൾ ഇവിടെ അതിജീവിതകൾ നേരിടുന്ന പ്രശ്നം അവർക്കുണ്ടായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരു പേരായി അതിജീവിതകൾ നശിപ്പിക്കേണ്ട ഒരു ഒരു യൂണിയൻ ക്രിയേറ്റ് സാഹചര്യത്തിൽ എന്നുള്ളതാണ്. ഇത് നമുക്ക് ഈ വിഷയത്തിൽ ആദ്യം പരാതി നൽകിയ പെൺകുട്ടി ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ അത് വായിച്ചു കഴിഞ്ഞാൽ അത് വായിച്ചിട്ട് കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഒരു അമ്മ അവൾ ഒത്തിരി സ്വപ്നം കണ്ട് ആ പിഞ്ചോമനയുടെ മുഖം കാണാൻ കൊതിച്ചു നിന്ന ഒരു അമ്മയുടെ വേദന, രോദനം, കരച്ചിലാണ് നമ്മൾ കാണുന്നത്. ഇതിനെ ഇനിയും പൊതുസമൂഹം രാഷ്ട്രീയ പ്രേരിതമായി കാണരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. പെൺകുട്ടികൾക്കൊപ്പം, നിങ്ങൾക്കൊപ്പമാണ് ഈ കേരളത്തിന്റെ മനസാക്ഷി, ഞങ്ങൾ എല്ലാവരും എന്നാണ് പറയാനുള്ളത്. ഇത് ഇവിടെ ഭയങ്കരമായിട്ട് എനിക്ക് വിഷമമായി ഇപ്പൊ റിനി ആൻഡ് ജോർജിന്റെ കാര്യങ്ങൾ കണ്ടപ്പോൾ. ആ ഒരു പാവം പിടിച്ച പെൺകുട്ടി എന്ത് ചെയ്യാനാന്ന് പറ സുഹൃത്തുക്കളെ. എനിക്ക് കണ്ണുനീരം തുറച്ചോട്ടെ.
ഒരു കുഞ്ഞിനെ സ്വപ്നം കാണുന്ന, അല്ലെ കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ, അവരമ്മയെ, അതിൻ്റെ വേദനയാണ് ആ പോസ്റ്റ് ഞാൻ കണ്ടത്. എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്കും വിഷമമായി. റിനിയാൻ ജോർജ് പറയുന്നതായിട്ട് എനിക്കും വിഷമമായി. പാവം, ഇതൊരു കഷ്ടമല്ലേ. സ്വന്തം ഭർത്താവിൻ്റെ കുഞ്ഞല്ല, താലി കെട്ടിയവനിലുണ്ടായ കുഞ്ഞിനെ വേണമെന്ന് ഓർത്തിട്ടല്ല വിഷമം. എവിടെയോ ഉണ്ടായിരുന്ന ഏതോ ഒരു പദവിയും കണ്ട് പണവും കണ്ട് ഒരുത്തിൻ്റെ പിന്നാലെ പോയി അവനുണ്ടായ കുഞ്ഞിനെ വേണമെന്ന് ഓർത്തിട്ടാണ് വിഷമം. അതോർക്കുമ്പോൾ മനം കവർന്നു. അല്ല, എൻ്റെ വിഷമം, ഒരുപാട് വിഷമമായി. എനിക്ക് ഈ ഒരു തീരുമാനങ്ങളും ഈ ഒരു ചിന്താഗതികളോടാണ് എനിക്ക് ദേഷ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചകത്തിരുന്നതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പിടിച്ചകത്തിടണം, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ തെറ്റുകാരൻ തന്നെയാണെങ്കിൽ അവനെ പിടിച്ചകത്തിടുക തന്നെ വേണം. പക്ഷേ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള വീഴ്ച വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടിയും തെറ്റുകാരി തന്നെയാണ്. അല്ല, ആ പെൺകുട്ടിയും പിടിച്ച ഒരേ സമയത്ത് രണ്ടുപേരും പിടിച്ചകത്ത് ഇടേണ്ടത് തന്നെയാണ്. അതിജീവിത എന്നൊരു കേവലം പേര് കൊടുത്തുകൊണ്ടും പരാതിക്കാരി എന്നൊരു പേര് കൊടുത്തുകൊണ്ടും വെറുതെ നിയമത്തിൻ്റെ കണ്ണുകളിൽ നിന്നും, അല്ലെ നിയമത്തിൻ്റെ ഒരു പഴുതിൽ കൂടി രക്ഷപ്പെടുത്താമെന്ന് വിചാരിക്കരുത്. പുരുഷന്മാർക്ക് എന്താണോ കിട്ടുന്ന അതേ ശിക്ഷ തന്നെ സ്ത്രീകൾക്കും കിട്ടണം. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് ചില കുടുംബവും ഇല്ലാതാക്കിയിട്ട് വേറെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ അത് അത്ര നല്ല പെൺകുട്ടിയൊന്നുമല്ല. അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടിയും ഇതിന് ശിക്ഷ അർഹത തന്നെയാണ്. പൂർണ്ണമായിട്ട് രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. ഒരാളെ മാത്രം കുറ്റം പറയാനിരിക്കുന്ന ആളുകൾ രണ്ട് വശങ്ങൾ ചിന്തിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ലെന്ന് ഞാൻ പറയുന്നില്ല, തെറ്റുകാരൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടിയെയും അല്ലെങ്കിൽ പെൺകുട്ടിയുടെ പേരും അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. എന്തായാലും നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥ അതിനുള്ളൊരു മറുപടി കൊടുക്കുമെന്നും ആ രീതിയിൽ തന്നെ കേസ് എടുക്കുമെന്നും വിചാരിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കണം. പക്ഷേ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം കണ്ടുവരുന്ന കാഴ്ചകളും കാര്യങ്ങളുമൊക്കെ അങ്ങനെയാണ് ഏകദേശം. എന്ത് തന്നെയാണെങ്കിലും തെറ്റുകാരി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളുടെയൊക്കെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവരുടെയൊക്കെ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കുക. കഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് മെഴുകാൻ വേണ്ടിയിട്ട് വരുന്ന റിനിയാൻ ജോർജിനെ പോലെയുള്ള കുറച്ച് തോൽവികളുടെ കാര്യം ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ്. ഓക്കെ, ബൈ.